ഹലോ. അപ്പം എൻ്റെ ഒരു വീഡിയോക്ക് ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് നാട്ടിലെത്തി ഇപ്പോൾ 2 ആഴ്ചയായി. അപ്പം ബൂസാൻ്റെ വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലാണ് തുടക്കം. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് രാവിലെ തന്നെ ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോ ആയിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയത് ഡെബിയൻ്റെ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഡെബ് കോൺഫ് 2024 ബൂസാനിൽ വെച്ചിട്ട് നടന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 26-ാം തീയതി രാവിലെ ഫ്ലൈറ്റ് കയറി. ഞാൻ നേരെ 27-ാം തീയതി സോളിൽ പോയി ഇറങ്ങി. സോളിൽ നിന്ന് ട്രെയിൻ ടു ബൂസാൻ പിടിച്ച് ബൂസാനിലെത്തി. അവിടെ എത്തി ഒരു 3-ാം ദിവസം ബുധനാഴ്ച. ഞാൻ എത്തിയത് ശനിയാഴ്ചയാണ്. ഞാൻ ബുധനാഴ്ചയാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. അവിടെ മുതലുള്ള വിശേഷങ്ങളാണ് ഇതിനകത്ത് ഇടുന്നത്. സോ ഞാൻ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1 ഡേ ബൂസാനിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയാണ്. അപ്പം അനിയത്തി ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ബൂസാനിലും സോളിലും പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു 5 സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു ബൂസാനിൽ. നോക്കണം. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയേക്കാണ്, ഷിൻസയ്ക്ക്. ഇത് തിരിഞ്ഞായിരിക്കും കാണുന്നത് വരെ. ഇവിടെ എത്തിയപ്പം ഇവിടെ ആൾക്കാർ 10:30 കട തുറക്കുള്ളൂ. അപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ് കട തുറക്കാൻ വേണ്ടിയിട്ട്. അവിടെ ക്യൂ ഉണ്ട്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പം ഞാനിവിടെ 27th രാവിലെ എത്തിയതാണ്. ഒരാഴ്ച മുമ്പ് എത്തേണ്ടതാണ്, അതായത് അതിന് മുമ്പുള്ള ആഴ്ച എത്തേണ്ടതാണ് ഡെബ് ക്യാമ്പിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ലീവ് കിട്ടിയില്ല. ലീവ് കിട്ടാത്ത കാരണം 1 വീക്ക് വൈകി. ഇപ്പോൾ 27th എത്തിയിട്ട് ഞാൻ നേരെ ഉച്ചയ്ക്ക് 1:30-ക്കുള്ള ട്രെയിൻ ടു ബൂസാൻ പിടിച്ചിട്ട് നേരെ ഇവിടെ എത്തി ഞാൻ നേരെ യൂണിവേഴ്സിറ്റിക്ക് പോയി. യൂണിവേഴ്സിറ്റി കയറി. അതിനുശേഷം ഡെയിലിയുള്ള ഇവൻറ്റ്സൊക്കെ നടത്തി പങ്കെടുത്തും ഒക്കെ ഇരുന്നു. അതിനുശേഷം ഗ്യാപ്പ് ഇട്ട് നിന്നാണ്. ഇന്ന് ആക്ച്വലി ഡേ ട്രിപ്പുള്ള ദിവസമാണ്. 3 ട്രിപ്പുണ്ട്. ഒന്ന് ഉത്സവനിലേക്ക്, പിന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണം. അതല്ല, അത് അവർ പോയി. ഞാൻ അതിൻ്റെ ഇടയിൽ അത് സെപ്പറേറ്റ് ആയിട്ട്, എനിക്ക് അതിനകത്ത് എല്ലാം നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പം ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അതിനകത്ത് എടുത്തിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ വേറെ ട്രിപ്പുള്ളതും അതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സ്വന്തം വക ട്രിപ്പ് ഇറക്കിയൊക്കെയാണ്. അപ്പോൾ 5 സ്ഥലങ്ങളിൽ കൂടെ ഞാൻ 2 സ്ഥലം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അവളുടെ ലിസ്റ്റിനകത്ത് ചെങ്സോങ്പോ ട്രെയിനില്ല, പിന്നെ ഗംഷോം വില്ലേജ് ഇല്ല. അപ്പോൾ ഇത് 2 ഞാൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മെറിച്ചിട്ട് വേണം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ആൾക്കാർ തുറന്ന് കയറിക്കൊണ്ടിരിക്കാം. സംഭവം എന്താ എനിക്ക് എത്തിയിട്ടില്ല. മാളാന്ന് തോന്നുന്നു, മാൾ താഴെയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇതിൽ കൂടി ചാടി കയറി വന്നിട്ട് ഞാനും കൂടെ കയറി. എന്തൊക്കെയുണ്ട്, അതായത് റാൻഡം സ്റ്റെപ്പാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളേക്ക് പറഞ്ഞു. എനിക്ക് സ്ഥലം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇത് മറ്റേ എന്താ പറയുക, കുരങ്ങൻ്റെ കയ്യിൽ പൂമാരത്തി എന്ന് പറയുന്ന അവസ്ഥയാണ്. കൊറിയയിൽ താങ്ക്യും ബൈയും 2-3 വാക്കുകൾ, യെസ് നോ എന്നല്ലാണ്ട് വേറെ വാക്കുകളൊന്നും അറിയാൻ പാടില്ല. എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കും അറിയാൻ പാടില്ല. നോക്കട്ടെ. ശംഖുവാ? ശംഖുവല്ല, ശംഖു എന്നായിരിക്കും. യെസ്. എന്താന്ന് എനിക്കിപ്പോഴും കത്തിയിട്ടില്ല. ഫുഡ് ഹോൾ. ഓക്കെ, ഇപ്പം ഇത് മാളായി. ഇപ്പം ഇത് മാളാണ്. ഷനേൽ, ലൂയി വോട്ടോൺ, പ്രാഡ, ഡയോർ, ബൊട്ടീക്ക വെനിറ്റ. ഇപ്പം ഇത് മാളായി. ഇത്ര നേരം ഞാൻ കണ്ടത് എന്താ അപ്പോൾ ഒരു പിടിയില്ല. ഇത് കൊള്ളാം, സ്ഥലം കൊള്ളാം.
പക്ഷെ ഇവിടെ എന്ത് ഞാൻ കാണിക്കാനോ കയറുന്നു ഇറങ്ങുന്നില്ലാണ്ട് എനിക്ക് വേറെ ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. തിരക്ക് കണ്ടപ്പോൾ എനിക്കൊന്നും കത്തിയില്ല. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് ഫുള്ള് ബ്രാൻഡ്സാണ് മുകളിൽ ഫുള്ള് ബ്രാൻഡ്സ്, താഴെ ഫുള്ള് ഫുഡ്, പിന്നെ ഇപ്പോഴത്തെ ക്ലോത്ത്സും അല്ല. ഇതൊക്കെ ഒരു സമയത്ത് മേടിക്കുന്നത് അടിപൊളി. നോക്കട്ടെ, ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും നോക്കട്ടെ. ഫുഡ് മാർക്കറ്റിൽ പോയി നോക്കാം. ഈ ഒരു ഫെസിലിറ്റി എനിക്കിതിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുപോലെ താഴെ കൊണ്ടില്ല. ഇങ്ങോട്ട് വന്ന് ഇത് താഴെ തന്നെയുള്ള പോലെ അല്ല, പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ ഞാൻ പാർക്കിംഗ് പെട്ടെന്ന് ശരി മാർക്കി തിരിച്ചേർട്ടെ. എന്തൊക്കെയോ ഉണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് പിന്നെ ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. പഴത്തിനൊക്കെ എന്താ വില? 6800. എത്ര ഗ്രാം? ഇല്ല, 4 പഴത്തിന് 1800. അതായത് കണക്കൂട്ടാൻ വയ്യ. 1000 എന്ന് പറഞ്ഞാൽ 60 രൂപയെന്ന് എനിക്കറിയാം, പക്ഷേ കണക്കൂട്ടാൻ എനിക്ക് വയ്യ. വേറെ കണക്ക് വെച്ച് നോക്കേണ്ടി വരുമല്ലോ. തണ്ണിമത്തൻ, തണ്ണിമത്തൻ്റെ ഒക്കെ സൈസ് നോക്കി. ഇതൊരുമാതിരി ഉണ്ട്. എത്ര ഉള്ളു കൈ? ഇത് വലുതത് ഡോർക്ക് സീൻ 500. അതെനിക്കറിയാം. അത് 9 അല്ലേ? അപ്പം 600 തൊട്ട് താഴെ, 600 തൊട്ട് താഴെ നല്ല 33,500. എൻ്റെ അമ്മോ. മുട്ടയാണെന്ന് തോന്നുന്നു. അരിയും അയ്യോ എന്തൊക്കെയോ ഉണ്ട്, ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ ഉണ്ട്. കറിക്കുന്ന ഇവിടെ സുഷിമി ഇതാണ്. ഫ്രഷ് തന്നെ കഴിക്കല്ലേ? അതായിരിക്കും. ആണോ? അവിടെ അതെ, വില ചെയ്തിട്ടുണ്ട്. ഒന്നും വിലയുണ്ട്. സുഷിമി ഇതൊക്കെ ശരി. പൊടി മീൻ അമ്മയോട് വെക്കേണ്ടി വരും. പേരൊന്നും അറിയാൻ പാടില്ല. ഉണക്കത്തെ മീൻ അറിയാമല്ലോ. The beef that Shinsuke auctioned. Okay. Local Korean beef. Okay. അതായത് ഫ്രീ റേഞ്ച് ബീഫ്. 5 സ്റ്റാർ ബീഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആയിരിക്കും. സ്റ്റീക്ക്, മാരിനേറ്റ് സ്റ്റീക്ക്. ഡൊമസ്റ്റിക് പോർക്ക്, ലോക്കൽ പോർക്ക് ആയിരിക്കും.
ജേജു ഐലൻഡിൽ മാത്രം കണ്ടുവരുന്ന പോത്ത് വാഗ്യു ബീഫ്, ഇമ്പോർട്ടഡ് മീറ്റ്. ഇതിപ്പോൾ ഐറിഷ് ബീഫൊന്നും കിട്ടില്ലല്ലോ. നമ്മുടെ യു കെയിലെ പോലെ ഐറിഷ് UK ബീഫൊന്നും കിട്ടില്ല. ഇതാണ് നോക്കാം മീൻ. ട്രേഡ് ഫിഷ് മീൻ, ക്രാബ് മീറ്റ് ജ്യൂസാ. മാരിനേറ്റഡ് മീറ്റ്. ഓക്കെ, ഇവിടെ ചില്ലില്ല. ഞാൻ ഇപ്പോൾ കൈ വെച്ച് നേരെ ഇടിച്ചാൽ അയ്യോ. ഓക്കെ, ഞാൻ തിരിച്ചു കൊടുത്തന്നെ എത്തിയ അല്ല, ഇത് വേറെ സ്ഥലമല്ല. ഇത് വേറെ സ്ഥലം. ഓക്കെ, ട്രഡീഷണൽ പേസ്റ്റ്, മിച്ചി, ജയോമിച്ചിയൻ സൈഡ് ഡിഷ്, ട്യൂലിക്സ് റൈസ്, കുക്ക് കിഡ്സ് മീൽ, സോസ്, കുക്ക്, ഫ്ലേവർ ഡ്രൈഡ് സീവീഡ്. സീവീഡ് വേണ്ട, ഈശ്വരാ. ഇത് ആ ബീവറേജല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല, മാറിപ്പോയി. സാധനം വേറെയാ, ഇത് വേറെ സാധനമാ. ഇത് ഇവിടെ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് മേടിപ്പിക്കും. പ്രീമിയം ഗ്രോസറി എത്തി. നിൽക്കില്ല കേട്ടോ, ഇത് കറങ്ങി അവസാനം പ്രീമിയം ഗ്രോസറിയിലെത്തി. എൻ്റെ ദൈവമേ, അങ്ങോട്ട് പോകണ്ട, പുള്ളിക്കാരനെ പിടിച്ചെടുത്തു. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് നോർമൽ സ്റ്റഫ് തന്നെ, ഇതൊന്നുമില്ല. അവിടെ മുഖത്ത് കാണുന്ന സാധനങ്ങൾ തന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. ഇതിപ്പോൾ എന്താ, ഇത് കുറേ ഉണ്ട്. റാംസിയുടെ ബർഗർ എന്ന് പറയുന്നുണ്ട്. ഇട്ടപ്പറ്റി കേട്ടോ, കറങ്ങി അവിടെ ബർഗർ. ആക്ച്വലി ഇതിനുള്ളിൽ പെട്ട് കഴിഞ്ഞൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ കടകളാണ്. ഇവിടെ ചായ എന്നൊന്നും കട ഉണ്ടായില്ല, അങ്ങനത്തെ ചായക്കടയുണ്ട്. ചായക്കടയിൽ നിന്ന് അയ്യോ ഞാൻ ഇല്ല, പുറത്തോക്കി. ഞാൻ മന്ദൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എനിക്കിവിടെ നിന്നൊന്നും മേടിക്കാനില്ലാത്തതുകൊണ്ടും മേടിപ്പിക്കാത്തതുകൊണ്ടും സമാധാനമുണ്ട്. There are no people to upsell me, so I'm pretty okay with what I got. So നോക്കട്ടെ, ഇനി എന്താ നോക്കട്ടെ. ഓക്കെ, നമ്പർ 2. അതായത് ബീച്ചിലേക്ക് പോകണം. എൻ്റെ അമ്മേ, കണ്ണടിച്ചു പോകണം. വീട് മുന്നോട്ട് നോക്കാനേ പറ്റുന്നില്ല. പണ്ട് ഡൽഹിയിൽ പോയപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു വീലേക്ക് കണ്ടായിട്ട് ഓർമ്മ. കണ്ണ് ബാക്കി പിന്നെ എടുക്കാം. ഹ്യൂണ്ടേ ബീച്ച്, വലിയ ബിൽഡിങ്ങുകൾ, ഇതവിടെയും വലിയ ബിൽഡിങ്ങുകൾ. ബീച്ചിൽ വലിയ ബിൽഡിങ് കണ്ടിട്ടുള്ള ഞാൻ കോഴിക്കോട് മാത്രമാണ്. വേറെ ബീച്ച് ദുബായിൽ കണ്ടിട്ടുണ്ട്. ശരിയാ, ദുബായിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ദുബായിൽ ഈ ഒരു ഫീല് വരുന്നില്ല. ഈ ഇങ്ങനെ റോഡ് ബീച്ച് അങ്ങനെ ഫീല് വരുന്നില്ല. നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി നോക്കാം.
ഇവിടെ ആക്ച്വലി ലൈഫ് അക്വേറിയം ഉണ്ട്, പൂട്ടിയിട്ടൊക്കെയാണ് തോന്നുന്നു. അവിടെ ഡോറ് പൂട്ടിയിട്ടൊക്കെയാണ്. എനിക്ക് സംഭവം ഒന്നും മനസ്സിലായില്ല. നോക്കട്ടെ എൻ്റെ സംഭവം. ബീച്ചിലെത്തി. ചേച്ചി എന്തോ പറയുന്നുണ്ട്. മോട്ടോർ സൈക്കിളിൻ്റെ അറിയാം. എനിക്ക് മോട്ടോർ സൈക്കിളില്ലാത്തതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അവിടെയും കുറേ ബിൽഡിങ്, അവിടെയും കുറേ ബിൽഡിങ്. മുകളിൽ സൂര്യൻ കൊടുത്തിട്ട് അതിൽ പൊന്നു നിന്നെ കൊല്ലും ഞാൻ. ഇതവിടെ കുറേ കൊള്ളാം. ഓൾമോസ്റ്റ് റിയോ വൈബുണ്ട്, പക്ഷേ റിയോ അല്ല. ബിൽഡിങ്ങിന് മുകളിൽ കയറാൻ പറ്റുമെന്തോ. ഇത് ഏതാ ബിൽഡിങ്? എൻ്റെ ഹോട്ടലാണെന്ന് തോന്നുന്നു. അതൊക്കെ വെസ്റ്റേൺ ജോസൻ, ജനിത്ത്, ഓടിയുടെ ഷോറൂം. കുറച്ച് മുമ്പ് ഇപ്പുറത്ത് ബെൻസിൻ്റെ ഷോറൂം, ബീനോയുടെ ഷോറൂമുണ്ട്. അയ്യോ, ഒരു മാക്ഡി ഉണ്ട് എൻ്റെ പുറകെ. 11 രാവിലെ 7 മണിക്ക് കഴിച്ചതാണ്. ഞാൻ പോയിട്ട് മാക്ഡി കയറി എന്തെങ്കിലും കഴിക്കട്ടെ. നമ്മൾ പിന്നെ ഓർക്കണ്ട. സത്യം പറഞ്ഞാൽ എവിടെ ഞാൻ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് എടുത്ത് പിടിക്കും. അവരെന്തെങ്കിലും പറയുമ്പം മൈക്ക് ഓൺ ചെയ്ത് പറയും. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ടൈപ്പ് ചെയ്തിട്ട് അവർ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തുറക്കാറില്ല. താങ്ക് യു പറഞ്ഞാൽ പോലും ഇപ്പോൾ താങ്ക് യു ഒക്കെ നമുക്കറിയാം, അത് കുഴപ്പമില്ല. വേറൊന്നും നമുക്ക് താങ്ക് യു, ബൈ, സി യു, നോ, യെസ് ഒക്കെ പറയാൻ കുഴപ്പമില്ല. അല്ലാണ്ട് എന്താ ചോദിക്കണമെങ്കിൽ ക്യാഷിൽ ഓടിക്കുന്ന കാര്യവും പിന്നെന്താ. ഞാൻ ഇന്നലെ ചേട്ടൻ പറഞ്ഞിട്ട് നൈക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് ആ സാധനോടുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. സംഭവം അവർക്ക് അത്യുകൊണ്ട് കുഴപ്പമില്ല. ബീച്ചിൽ നല്ല വ്യൂ ഉണ്ടല്ലേ. നല്ല നീല കളറ് മാപ്പ്. പിന്നെ ഇവിടെയൊക്കെ പോയി എനിക്കെന്താ പ്രാന്തല്ലേ. എൻ്റെ അടുത്ത് പോയി സമയം എടുക്കും. സിനിമ സെൻറ്റർ, സോഗാത്ത് ആർട്ട് വില്ലേജ്, മീപ്പോ, അത്രയൊക്കെ മതി. ബ്ലൂ ലൈൻ പാർക്ക്. അപ്പോൾ ഞാൻ എവിടെയാ? ഇപ്പോൾ എവിടെയാ? യു ആർ ഹിയർ. കുറച്ച് നടന്നു കഴിഞ്ഞാൽ മറ്റേ ബ്ലൂ ലൈൻ ട്രെയിൻ പിടിക്കാം. ചെങ്സോങ് സപ്പോ. അവിടെ നിന്ന് അറ്റത്ത് പോയി കഴിഞ്ഞാൽ യോങ്സോ ടെമ്പിൾ ഉണ്ട്, അത് പിടിക്കാം. അത് നോക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ, ഞാൻ വിശക്കുണ്ട്. അപ്പം ഇതാണ് ഗൊങ്ങലി ബീച്ച്. ഇതാണ് ആ ലിസ്റ്റിലുള്ള 3ാമത്തെ സ്ഥലം. ആ കാണുന്നതാണ് ബൂസാനിലെ ഡയമണ്ട് ബ്രിഡ്ജ്. എനിക്കിപ്പോൾ ഒരു വേലത്ത് വരുന്ന എന്തിൻ്റെ കേടാന്ന് നിങ്ങൾ ആലോചിക്കും. അതിനെല്ലാത്തിനും കാരണം ഡൈവിളാണ്. ധാരാളമുണ്ടോ എവിടെ അതവിടെ. അപ്പം ബൂസാനിലെ വിശേഷങ്ങളിപ്പം ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ ഇപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി. ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വൈകിട്ടാണ് ഞാൻ ഈ പറയുന്ന അടുത്ത വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ വരുന്നത്.